നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. പശ്ചിമേഷ്യ യുദ്ധപ്രതീതിയിൽ ഇറാൻ തലസ്ഥാന നഗരമായ ടെഹ്റാനിൽ ഇസ്രയേലിന്റെ രൂക്ഷ ആക്രമണം. 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇന്നലത്തെ ആക്രമണത്തിൽ മാത്രം 100-ലേറെ പേർ മരിച്ചു. സ്റ്റേറ്റ് ടിവി ഓഫീസിലേക്ക് മിസൈൽ. സംഘർഷം അവസാനിപ്പിക്കണമെന്ന G7 പ്രമേയത്തിൽ ഒപ്പിടാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ നിന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നു. 110 പേരെ അർമേനിയയിൽ എത്തിച്ചു. ഇറാൻ വിട്ട് ജനങ്ങളുടെ കൂട്ടപലായനം. അഭയാർത്ഥി പ്രവാഹം വർദ്ധിച്ചതോടെ പാകിസ്ഥാൻ അതിർത്തി അടച്ചു. ഇസ്രയേലിലുള്ള ഇന്ത്യക്കാരെയും ഒഴിപ്പിക്കും. നിലമ്പൂരിൽ ഇന്ന് കൊട്ടിക്കലാശം. അവസാന മണിക്കൂറുകളിൽ ചർച്ചയായി. അന്തരിച്ച കോൺഗ്രസ് നേതാവ് VV പ്രകാശിന്റെ വീട്ടിലെ M സ്വരാജിന്റെ സന്ദർശനം. തർക്ക വിഷയമാക്കേണ്ടെന്ന് സ്വരാജ്. ഷൌക്കത്ത് പോകാത്തത് ചർച്ചയാകില്ലെന്ന് സണ്ണി ജോസഫ്. PV അൻവർ കൊട്ടിക്കലാശത്തിനില്ല, വോട്ടെടുപ്പ് മറ്റന്നാൾ. കോഴിക്കോട് മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിലെ മുഖ്യപ്രതികളായ പോലീസുകാർ അറസ്റ്റിൽ. SP ഓഫീസിലെ ഡ്രൈവർമാരായ ഷൈജിത്തും സനിത്തും പിടിയിലായത് താമരശ്ശേരിയിൽ നിന്ന്. കേരള സർവകലാശാല സെനറ്റ് യോഗം ഇന്ന്. ഗവർണർ രാജേന്ദ്ര അർലേക്കർ പങ്കെടുക്കും. ഭാരതാംബയുടെ ചിത്രവിവാദത്തിൽ അംബേദ്കറുടെ ചിത്രം ഉയർത്തി പ്രതിഷേധിക്കാൻ SFI. കനത്ത സുരക്ഷയൊരുക്കി പോലീസ്. സിൻഡിക്കേറ്റിലേക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധിയുടെ തെരഞ്ഞെടുപ്പും ഇന്ന്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് താൽക്കാലിക ശമനം. ഇന്ന് റെഡ് അലർട്ട് ഇല്ല. കണ്ണൂരിലും കാസർഗോഡും ഓറഞ്ച് അലർട്ട്. മഴ ഒഴിഞ്ഞെങ്കിലും നാടെങ്ങും മഴക്കെടുതി. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച 119 പേരെ തിരിച്ചറിഞ്ഞു. 74 പേരുടെ മൃതദേഹം വിട്ടു നൽകി. പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞില്ല. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കാനഡയിൽ. ഇറാൻ ഇസ്രയേൽ സംഘർഷം ചർച്ചയാകും. ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള രാഷ്ട്ര നേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്കും സാധ്യത. ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള നീക്കം തുടങ്ങി. ഇറാനിൽ നിന്നും ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചു തുടങ്ങി. 110 വിദ്യാർത്ഥികൾ കരമാർഗം അർമേനിയയിലെത്തി. ഇറാനിൽ 6000-ഓളം വിദ്യാർത്ഥികളടക്കം 10,000-ഓളം ഇന്ത്യക്കാരുണ്ട്. ഇസ്രയേൽ ഇറാൻ സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ G7 ഉച്ചകോടിയിൽ നിന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടിയന്തരമായി മടങ്ങി. ഇന്നലെ രാത്രി ഇറാനിൽ ഇസ്രയേൽ കടുത്ത വ്യോമാക്രമണം നടത്തി. ടെഹ്റാനിൽ നിന്നും ജനങ്ങൾ എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശിച്ചതിന് പിന്നാലെയായിരുന്നു കനത്ത വ്യോമാക്രമണം. We're not just fighting our enemy, we're fighting your enemy. For God's sake, they chant, death to Israel, death to America. We're simply on their way. And this could reach America soon. I mean, to have these mad mullahs who are committed to destroying us in order to destroy you, to say that they should have nuclear weapons and ballistic missiles to deliver them to you, and to say that that's not your interest, well, we're fighting this war. לפני מספר שעות תקפנו את מרכז התקשורת של המשטר האיראני ששימש את הכוחות המזוינים של איראן. המרכז שהותקף משמש כרשות השידור האיראנית. על פי המודיעין שבידינו, המרכז שימש את כוחות לקידום פעולות צבאיות בכסות אמצעים ונכסים אזרחיים. פעילות המרכז התבצעה בשליחות והכוונה ישירה של משמרות המהפכה. המהפכה קורא לאורך שנים להשמדת מדינת ישראל ולרצח העם. טרם התקיפה הזהרנו את האוכלוסייה במרחב ופינינו אותה כדי למנוע ככל הניתן את הפגיעה בבלתי فضای غبار آلوده استادیوم
ഇറാനിയൻ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ടെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 5 ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ടെഹ്റാനിലെ സൈനിക താവളത്തിന് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തി. ഇറാനിലെ ആസാദി സ്ക്വയറിലും ആക്രമണമുണ്ടായി. Well, I think first of all, we can look at the first 48 hours of this operation where we have pushed Iran's nuclear plan back. Before we operated, our intelligence indicated that Iran is approaching a nuclear bomb imminently. And that is something we can't accept, and we believe our operations have pushed them back, have set them back in that regard, and we're still operating. This is still an ongoing situation. We understand they're going to try and attack us. We understand there's still a way to go, but we have prepared for this. We are ready. Doesn't mean it's going to be easy or simple, but we've prepared for this and we're ready for it. We've had so far, there have been hits, sadly, to our civilians. Iran is targeting our civilians. But we've also been able to defend most of those attacks. Iran has fired many hundreds of projectiles towards Israel, both UAVs and ballistic missiles, and we've been able to intercept most of them, but no aerial defense system is 100%, and that means that some ballistic missiles are going to hit. ഇസ്രായേൽ യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്ന് ഇതിനിടെ ഇറാൻ അവകാശപ്പെട്ടു. ഇറാൻ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനേയി ഇല്ലാതായാലേ സംഘർഷം അവസാനിക്കൂ എന്ന നിലപാടിലാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ ഈ തിരിച്ചടി ചോദിച്ചു വാങ്ങുകയാണെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ആർ കിരൺ ബാബു വിവരങ്ങളുമായി. കിരൺ, ഇന്നലെ രാത്രിയും 4ാമത്തെ രാത്രിയാണ് ഈ സംഘർഷം ആരംഭിച്ചത്. 4ാമത്തെ രാത്രിയും കടന്നുപോകുന്നത് കൂടുതൽ രൂക്ഷമായ ആക്രമണങ്ങളിലൂടെയാണ്. കൂടുതൽ വ്യക്തമാവുന്ന തരത്തിൽ പരസ്പരം ആക്രമണം നടത്തുന്നു. ഇറാനിലെ സ്റ്റേറ്റ് TV ഓഫീസിന് നേരെ ആക്രമണം നടത്തുന്നു. ഇസ്രായേലിന്റെ വിമാനം വെടിവെച്ചിട്ടെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഇതിനിടയിൽ ഇന്ത്യക്കാരുമുണ്ട്. ഇന്ത്യക്കാർ പൂർണ്ണമായും സുരക്ഷിതരാണെന്ന് എംബസി ഉറപ്പുവരുത്തുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിൽ സംഭവിക്കുന്നത്? ശ്രീജ, ഇന്ത്യക്കാരുടെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനു മുമ്പായി ഇറാൻ ഇപ്പോൾ ഒരു പ്രത്യാക്രമണത്തിന് ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ടെല്ലവീവിൽ അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ അപായ സൈറണുകൾ മുഴങ്ങി എന്നുള്ള വാർത്തകളുമൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ രാത്രി ഇസ്രായേൽ ഇറാനു നേരെ, ടെഹ്റാനു നേരെയൊക്കെ വലിയ ആക്രമണം നടത്തിയിരുന്നു. ഇന്നിപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നും തിരിച്ച് ഒരു പ്രത്യാക്രമണം ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇത് മുന്നിൽ കണ്ടാവണം ടെല്ലവീവിലടക്കം അത്തരം അപായ സൈറണുകൾ വീണ്ടും മുഴങ്ങിയിരിക്കുന്നു. നേരത്തെയൊക്കെ ആളുകളോട് ബങ്കറുകളിൽ പോകാൻ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ബങ്കറുകളിൽ നിന്ന് പുറത്തിറങ്ങാമെന്ന് പിന്നീട് നിർദ്ദേശം വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു ആക്രമണം ഒരുങ്ങുന്നു എന്നുള്ള സൂചനയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് വരും മണിക്കൂറുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാം. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്കാരെ ഇരു രാജ്യങ്ങളിൽ നിന്നും ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇപ്പോഴത്തെ സംഘർഷം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം G7 ഉച്ചകോടിയിൽ നിന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം മടങ്ങി പോയി കഴിഞ്ഞു. വലിയൊരു കനത്ത തിരിച്ചടിയിലേക്ക് ഇറാനിൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള ഖമേനി അടക്കം ഇല്ലാതെയാക്കാൻ വേണ്ടിയുള്ള നീക്കത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ നൽകുന്നത്. ഇന്ത്യ ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ് ഒഴിപ്പിച്ചത്. ടെഹ്റാനിൽ നിന്നും 600ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഖോം എന്ന് പറയുന്ന നഗരത്തിലേക്കാണ് മാറ്റിയത്. താരതമ്യേന ആക്രമണം അല്ലെങ്കിൽ ഇതുവരെയും വ്യോമാക്രമണം ഉണ്ടാവാത്ത സുരക്ഷിതമായ ഒരു നഗരത്തിലേക്കാണ് മാറ്റിയത്. ഉർമിയിൽ നിന്നും 110 വിദ്യാർത്ഥികളെ കരവഴി അർമേനിയയിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അവർ അർമേനിയൻ അതിർത്തിയിൽ എത്തിയിരുന്നു. ഇന്നിപ്പോൾ അവരെ അർമേനിയയിൽ സുരക്ഷിതമായി എത്തിച്ച് അർമേനിയയിൽ നിന്ന് ഇനി വ്യോമമാർഗം ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം
കാരണം ഇസ്രയേലിൽ നിന്നും ഇറാനിൽ നിന്നും ഉള്ള പ്രധാനപ്പെട്ട വിഷയം അവിടെ നിന്ന് വിമാനത്താവളങ്ങളെല്ലാം വ്യോമ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വ്യോമമാർഗം അവിടെ നിന്ന് ആളുകളെ പുറത്തേക്ക് കൊണ്ടുപോവുക ഇപ്പോൾ ഏറെ അസാധ്യമാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ സമീപ രാജ്യങ്ങളിലേക്ക്, അയൽ രാജ്യങ്ങളിലേക്ക് കരവഴി എത്തിക്കുക, അതിനുശേഷം പിന്നീട് അവിടെ നിന്ന് വിമാനം വഴി ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തിക്കുക. ആ ഒരു രീതിയാണ് ഇപ്പോൾ ഇന്ത്യ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനിൽ 1000-ഓളം വിദ്യാർത്ഥികളടക്കം 10,000-ഓളം ഇന്ത്യക്കാരുണ്ട് എന്നുള്ളതാണ് ഏകദേശം ഒരു കണക്ക്. ഈ ആളുകളെല്ലാം ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക്, ഒരു യുദ്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 10,000-ഓളം പേരെ ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുവരേണ്ടി വരും. അത് വലിയ ഇറാനെ പോലൊരു അതിവിശാലമായ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ആവും. അവരെയൊക്കെ സമീപ കരവഴി അടുത്ത രാജ്യത്ത് എത്തിക്കുക, അടുത്ത രാജ്യത്ത് നിന്ന് മാത്രമേ അവരെ ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയൂ. അത്തരമൊരു നീക്കം ആവശ്യമായി വന്നാൽ അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ എന്തായാലും ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഞായറാഴ്ച കഴിഞ്ഞ ദിവസം തന്നെ അർമേനിയൻ വിദേശകാര്യമന്ത്രി അരാരത്ത് മിർസോയുമായി സംസാരിച്ചിരുന്നു. ഷിറാസിൽ നിന്നും ഇസ്ഫഹാനിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളെ യാസ്ദിലേക്കാണ് മാറ്റുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടുത്തെ വിവിധ നഗരങ്ങളിൽ നിന്നുള്ള ആളുകളെ സമീപ രാജ്യങ്ങൾ വഴി ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. ഇതേപോലെ തന്നെ ഇസ്രയേലിലുള്ള ആളുകളെയും അത്തരത്തിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ എന്തെല്ലാമാണെന്ന് ഇന്ത്യ ആലോചിക്കുന്നുണ്ട്, എന്ത് വേണമെന്ന്. പക്ഷേ ഇസ്രയേലിൽ നിന്ന് അത്തരത്തിലേക്കുള്ള ഒരു ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചിട്ടില്ല. പക്ഷേ ഇറാനിൽ നിന്ന് അത്തരത്തിൽ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചു. കിരൺ, ഇതിനിടയിലാണ് ട്രംപ് G7 ഉച്ചകോടിയിൽ നിന്ന് അടിയന്തരമായി മടങ്ങുന്നത്. ടെഹ്റാനിൽ നിന്ന് മുഴുവൻ ആളുകളും ഒഴിഞ്ഞു പോകണമെന്ന ട്രംപിന്റെ ആഹ്വാനം വരുന്നു. ഇനി കാര്യങ്ങൾ നിയന്ത്രണത്തിൽ നിൽക്കില്ല എന്ന പ്രതീതി ജനിപ്പിക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു അടിയന്തര തീരുമാനം വേണമെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസിൽ തന്നെ വേണം എന്നതാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട നയങ്ങളിലൊന്ന്. അതിന്റെ ഭാഗമായാണോ ഈ മടക്കം? ഈ G7 ഉച്ചകോടിയിൽ ഈ ആക്രമണത്തിൽ നിന്ന് പിന്മാറാനുള്ള അല്ലെങ്കിൽ സംഘർഷം ഒഴിവാക്കാനുള്ള ഒരു ഉടമ്പടിയിൽ ഒപ്പിടാതെ ട്രംപ് മാറി നിന്നു എന്നതും ശ്രദ്ധേയമല്ലേ? രണ്ട് പ്രധാനപ്പെട്ട സൂചനകളാണ് ഇതൊരു യുദ്ധത്തിലേക്ക് പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് പുറത്തു വരുന്നത്. ഒന്ന്, ആദ്യത്തെ പ്രധാന സൂചന എന്ന് പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റേതാണ്. ഞങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത്, ഇറാനിലെ ജനതയ്ക്കെതിരെയല്ല ഞങ്ങളുടെ സമരം, ഇറാനിലെ ഭൂരിപക്ഷം ജനങ്ങളും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു, ഇറാനിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, ഇതുവരെയും ആണവായുധങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണ് എന്നൊക്കെ പറയുകയും ഇറാനിലെ ഭരണമാറ്റം എന്നത് രണ്ടാമത്തെ അജണ്ടയായി നിർത്തുകയും ചെയ്തെങ്കിൽ ഇതിപ്പോൾ തുറന്നു തന്നെ ഇപ്പോൾ പറയുന്നു ഇറാനിൽ ഒരു പുതിയ ഭരണകൂടം വരണം, ഇപ്പോഴത്തെ ഭരണകൂടം മാറണമെന്ന് പറയുന്നു. ഇതിന് തൊട്ട് മുമ്പ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇവിടെ ഇറാന്റെ ആത്മീയ ആചാര്യൻ അയത്തുള്ള ഖൊമേനി ഇല്ലാതെയായി കഴിഞ്ഞാൽ സംഘർഷം കൂടുകയല്ല, സംഘർഷം അവസാനിക്കുകയാണ്, അതോടുകൂടി സംഘർഷം അവസാനിക്കുന്നു എന്ന് പറയുന്നു. ഇറാനിൽ ഒരു ബദൽ ഭരണകൂടം സൃഷ്ടിക്കും വരെ ഈ പോരാട്ടം തുടരും എന്നുള്ള സൂചനയാണ്, അല്ലെങ്കിൽ വ്യക്തമാക്കുകയാണ്, സൂചനയല്ലാതെ വ്യക്തമാക്കുകയാണ് യഥാർത്ഥത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ചെയ്യുന്നത്. അതോടൊപ്പമാണ് ഇന്ന് പെട്ടെന്ന് തന്നെ G7 ഉച്ചകോടി, ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം, രാഷ്ട്രങ്ങളുടെ തലവന്മാരെല്ലാം പങ്കെടുക്കുന്ന G7 ഉച്ചകോടിയാണ്. ആ ഉച്ചകോടിയിൽ നിന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ച് അമേരിക്കയിലേക്ക് മടങ്ങുകയാണ്. അദ്ദേഹം പറയുന്നത് സുപ്രധാനമായ വിഷയങ്ങൾ വരുന്നു, അതുകൊണ്ട് ഞാൻ മടങ്ങിയെത്തേണ്ടതുണ്ട്, ആ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മടങ്ങുന്നത്. സ്വാഭാവികമായും ശ്രീജ നേരത്തെ പറഞ്ഞതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന് വൈറ്റ് ഹൗസിൽ മടങ്ങിയെത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ കൊണ്ടാവും എത്തുന്നത്. അതുകൊണ്ട് ഉടൻ തന്നെ ആ തരത്തിലേക്ക് ഒരു യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ നീങ്ങാനുള്ള ഒരു സാഹചര്യം ഈ ട്രംപിൻ്റെ സൂചനകൾ നൽകുന്നതായാലും അല്ലെങ്കിൽ നെതന്യാഹു നൽകുന്ന സൂചനകളിൽ നിന്നും മനസ്സിലാവുന്നത് അത്തരത്തിൽ ഒന്നാണ്. ഇന്നലെ രാത്രിയിലും ഇറാനു മേൽ കനത്ത വ്യോമാക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറാൻ തിരിച്ചടിക്കാനുള്ള സാധ്യതകൾ എന്തായാലും ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഏറ്റവും ലോകത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ അടക്കം തകർത്തുകൊണ്ട് ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേൽ പതിച്ചിരുന്നു. ഇസ്രായേൽ ആളുകൾക്ക് ആൾനാശമുണ്ടായിരുന്നു. 24 പേരുടെ മരണം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നു. 100ഓളം പേരുടെ മരണം അനൗദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. ടെല്ലവീവിൽ അടക്കം ഉള്ള സ്ഥലത്ത്, തലസ്ഥാന നഗരിലും വൈഫൈ അടക്കമുള്ള തുറമുഖ നഗരത്തിലുമൊക്കെ ഇവിടെയൊക്കെയുള്ള ആളുകളെ തിരിച്ച് ബങ്കറുകളിലേക്ക് പോകാനുള്ള നിർദ്ദേശം നൽകേണ്ടി വരുന്ന അവസ്ഥ ഇസ്രയേലിനുണ്ടാകുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ തകരുന്നു. ഇസ്രയേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട F-35 വിമാനം, ഒരു പോർ വിമാനം അടിച്ചിട്ടു എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. അതിൻ്റെ സ്ഥിരീകരണം ഇനി വരാനുണ്ട്. എന്തായാലും ആ തരത്തിലേക്കുള്ള തിരിച്ചടികൾ ഈ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ശക്തമായ ഒരു ആക്രമണത്തിലേക്ക് നീങ്ങാൻ ഉള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് G7 നിന്ന് പിൻവാങ്ങിയതും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രസ്താവനയും സൂചിപ്പിക്കുന്നത് കടുത്ത ഒരു ആക്രമണത്തിലേക്ക് അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് ഈ സാഹചര്യം നീങ്ങാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്.
കിരൺ, മടങ്ങിയെത്താം. ഇറാൻ സൈനിക കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന ഇസ്രയേൽ വാദം തെറ്റാണെന്ന് യുഎന്നിലെ ഇറാൻ സ്ഥാനപതി ആമിർ സയ്യിദ് ഇറാവനി പറഞ്ഞു. ഇറാൻ ജനതയെയാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നതെന്നും നിരവധി പേർ കൊല്ലപ്പെട്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലാണ് ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. Israel has committed a blatant act of aggression against the sovereign and territorial integrity of Iran. Its relentless campaign of atrocities against our people continues unabated. This is a serious violation of the United Nations Charter and fundamental principles of international law. These attacks crossed all red lines. ഇറാൻ നടത്തുന്ന ആണവ പരീക്ഷണങ്ങൾ കാരണം മറ്റൊരു വഴിയുമില്ലാതെയാണ് ആക്രമണത്തിന് മുതിർന്നതെന്നും അവർ പിന്മാറാതെ ആക്രമണം നിർത്തില്ലെന്നും ഇസ്രായേലി പ്രസിഡന്റ് ഐസാക് ഹെർസോഗ് പറഞ്ഞു. When you take such decisions of historic magnitude and proportions, you have to analyze all facets and all facts. The truth of the matter is there was no other choice. It was just, as we say in football, the 90th minute, because the Iranian nuclear program was rushing underneath, by the way, under disguise, was rushing to the bomb, meaning the bomb is created of two things, enriched uranium and the armament part of it, which makes the bomb. They were proceeding dramatically on both venues. I would say that I do not want to comment about Iran's supreme leader. That is being discussed in the closed rooms of the War Cabinet and, of course, in dialogue with the United States of America. I know only about the leadership of the National Revolutionary Guards, their intelligence and their Air Force, and all those who instigate terror. God forbid, we are adamantly not aiming at civilians, as opposed to the Iranians who are aiming at civilians all the time. And again, I want to make it clear, we did not seek this war, we did not want this war. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇറാൻ ഇസ്രയേൽ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്കാണ് പ്രാമുഖ്യമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ൻ സ്റ്റാമർ പറഞ്ഞു. Well, it is really important that we focus on de-escalation because the risks of the conflict escalating are obvious across the region and beyond the region. The impact that this could and probably will have on Gaza, which is a tinderbox, and of course the impact on the economy. That is why at the G7 there's such a focus on de-escalation. That'll be an intense discussion for our talks today, but we have to find a way to de-escalate this situation, notwithstanding the concerns that we all have about the nuclear program. There's no doubt about that. Notwithstanding, we all accept Israel's right to self-defense, of course, but there must be de-escalation, and that will be the central focus of much of the discussion. കിരൺ ബാബു തുടരുന്നു. കിരൺ, ഒരു യുദ്ധത്തിന്റെ അല്ലെങ്കിൽ സംഘർഷത്തിന്റെ 5ാം ദിവസത്തിലേക്ക് എത്തുമ്പോഴേക്ക്, ഇന്നലത്തെ ദിവസമൊക്കെ ആവുമ്പോഴേക്ക് പരസ്യമായി ഏറ്റവും അഭിമാന സ്തംഭങ്ങളായി കരുതുന്ന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടൊക്കെയാണ് പരസ്പരം ഇരു രാജ്യങ്ങളും ആക്രമണം നടത്തുന്നത്. ഈ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇത്ര ശക്തമായ ഒരു പ്രത്യാക്രമണം യഥാർത്ഥത്തിൽ ഇസ്രയേൽ പ്രതീക്ഷിച്ചിരുന്നു? നമുക്കറിയാം, ഒരു സൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇസ്രയേലിൻ്റെ എത്രയോ മടങ്ങ്, ഒരു 75 മടങ്ങ് വലിപ്പമുള്ള ഇറാനാണ്. പക്ഷേ ആയുധ സംഭരണ ശേഷിയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ആയുധങ്ങളുടെ കാര്യത്തിലാണെങ്കിലുമൊക്കെ കൂടുതൽ വലിയ പിന്തുണയുള്ളത്, അമേരിക്കയുടെ അടക്കം പിന്തുണയുള്ളത് ഇസ്രയേലിനാണ്. ഇറാനാകട്ടെ താരതമ്യേന ദുർബലമായ ഒരു സാഹചര്യത്തിലുമാണ്. ഇപ്പോൾ നടക്കുന്ന പ്രത്യാക്രമണം എത്ര കണ്ട് ഇസ്രയേൽ പ്രതീക്ഷിച്ചതാണ്? എത്രത്തോളം ഇസ്രയേലിന് അത് ചെറുക്കാനാവുന്നുണ്ട്? ശ്രീജ, ലോക ആയുധ ബലം വെച്ച് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് പങ്കാളികളുടെ ബലവും ഒക്കെ വെച്ച് പരിശോധിച്ചാൽ ഇസ്രായേലിന് തന്നെയാണ് ശക്തി. പക്ഷേ അല്ലാതെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ചും ഇറാനും ഏകദേശം തുല്യമായ ആയുധ ശക്തിയൊക്കെ ഉള്ള രാജ്യം തന്നെയാണ്. പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ അമേരിക്കയുടെ സഹായം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്. അമേരിക്ക പോലെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ എല്ലാവിധ ഇൻ്റലിജൻസ് സഹായവും മറ്റെല്ലാ സഹായങ്ങളും അമേരിക്ക പരസ്യമായി ഇപ്പോൾ സമ്മതിക്കാനും ഇല്ലെങ്കിലും അത് ലഭിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്.
എന്നുള്ളതാണ്. ഇസ്രയേൽ തന്നെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഇത്രത്തോളം വലിയൊരു പ്രത്യാക്രമണം ഉണ്ടാകും എന്ന് യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചില്ല എന്ന് വേണം കരുതാൻ. കാരണം ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധം, ഒരു ചെറിയ രാജ്യമാണ് ഇസ്രയേൽ. ആ ഇസ്രയേലിൻ്റെ ആകാശത്ത് എവിടെ നിന്ന് മിസൈലുകളോ അല്ലെങ്കിൽ മറ്റ് ഡ്രോണുകളോ എന്തെത്തിയാലും അതിനെ തടയാനുള്ള വ്യോമ പ്രതിരോധ സംവിധാനം, അയൺ ഡോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം, അത് ഏത് മിസൈൽ ആകാശത്തുണ്ടെങ്കിൽ ആകാശത്ത് നിന്ന് ആ രാജ്യം ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തി ആ മിസൈലുകൾക്ക് നേരെ മറ്റ് മിസൈലുകൾ അയച്ച് അതിനെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുക. ഈ സംവിധാനമാണ് അയൺ ഡോം എന്ന് പറയുന്നത്. ഇന്ത്യയൊക്കെ അതിൻ്റെ മറ്റ് രൂപം ഫലപ്രദമായി നമ്മളും ഉപയോഗിച്ചതാണ്. ഈ അയൺ ഡോം സംവിധാനം ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നാണ്. അതിനെ തകർത്ത് ഇസ്രയേലിൽ മിസൈൽ പതിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിനെയൊക്കെ തകർത്തുകൊണ്ടാണ് ഇസ്രയേലിൽ മിസൈൽ പതിപ്പിച്ചത്. ആദ്യഘട്ടത്തിലൊക്കെ പ്രധാനമായും ഇറാൻ ചെയ്തത് തുടർച്ചയായി മിസൈലുകൾ തുടരെ മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കുക, ഒരുമിച്ച് കുറേ നൂറുകണക്കിന് മിസൈലുകൾ അയച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിരവധി മിസൈലുകൾ ആകാശത്ത് വരുമ്പോൾ അതിലേതൊക്കെയാണ് തിരിച്ച് ഇസ്രയേലിലേക്ക് വരുന്നത് എന്നത് തിരിച്ചറിഞ്ഞ് അതിനെ ഓരോന്നിനെയും ഡിഫെൻഡ് ചെയ്യാനുള്ള മിസൈലുകൾ തിരിച്ചയക്കുക എന്നുള്ള സംവിധാനത്തിൽ ഇതെല്ലാം മിഷൻ യന്ത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത്തരം AI അടക്കമുള്ള ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന വിഷയങ്ങളാണ്. അപ്പോൾ അതിൽ മിഷനെ കൺഫ്യൂസ്ഡ് ആക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും 100 മിസൈലുകൾ അയച്ചു കഴിഞ്ഞാൽ 80-85 മിസൈലുകൾ തകർക്കാൻ പറ്റിയേക്കും. പക്ഷേ 15ഓളം മിസൈലുകൾ അത് രാജ്യത്ത് വീഴുക, അല്ലെങ്കിൽ 10 മിസൈലുകളെങ്കിലും വീഴുന്നൊരവസ്ഥയുണ്ടാവും. ഒരുമിച്ച് വാരി വിതറുന്നത് പോലെ മിസൈലുകൾ ഇടുക, അപ്പോൾ അയൺ ഡോമിൻ്റെ പ്രവർത്തനം തകരാറിലാവും. ഇതാണ് ആദ്യഘട്ടത്തിൽ ഫലപ്രദമായി ഇറാൻ പ്രയോഗിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ അത്തരമൊരു ആക്രമണം, ആ തരത്തിലേക്ക് ഒരു വലിയൊരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല, ഈ അയൺ ഡോം സംവിധാനത്തെ തകർത്തുകൊണ്ട് വീണത്. പിന്നീട് ഇപ്പോൾ ഇറാൻ അവകാശപ്പെടുന്ന മറ്റൊരു പുതിയ കാര്യം, അത് ഇസ്രയേൽ അംഗീകരിച്ചിട്ടില്ല. അത് ശരിയാണെങ്കിൽ ഇറാനെ സംബന്ധിച്ച് ഇസ്രയേലിനെ സംബന്ധിച്ച് അത് കനത്ത തിരിച്ചടിയാണ്. കാരണം ഈ അയൺ ഡോം സംവിധാനത്തെ കബളിപ്പിച്ചുകൊണ്ട് അയൺ ഡോമിൽ നിന്ന് വരുന്ന മിസൈലുകൾ ഇസ്രയേൽ തന്നെ പതിപ്പിക്കാൻ വേണ്ടിയുള്ള സംവിധാനം, അല്ലെങ്കിൽ അയൺ ഡോമിനെ കബളിപ്പിച്ച് മിസൈലുകളുടെ ലക്ഷ്യം തെറ്റിച്ച് അവിടെ തന്നെ പതിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ സ്വന്തം മിസൈലുകൾ വീണ് സ്വന്തം രാജ്യത്ത് തന്നെ അപകടം ഉണ്ടാകുന്ന ഒരു വീഡിയോ അടക്കം ഇറാൻ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇസ്രയേലിൽ നിന്ന് തൊടുത്തുവിടുന്ന ഒരു മിസൈൽ തന്നെ പതിച്ച് ഇസ്രയേൽ നഗരത്തിൽ തന്നെ വീഴുന്ന ഒരു വീഡിയോ. അത് എങ്ങനെയാണ് നടപ്പാക്കിയത് എന്നത് സംബന്ധിച്ച് ഇറാൻ പറയുന്നില്ല. ഇനി അത് പൂർണ്ണമായും ഇറാൻ അവകാശവാദം ശരിയാണോ എന്ന് സംബന്ധിച്ച് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ലോകത്തെ പ്രധാനപ്പെട്ട അത്തരം എക്സ്പെർട്ടുകളുടെ ഭാഗത്തു നിന്നും അത്തരമൊരു വിശദീകരണം വന്നിട്ടില്ല. എന്തായാലും അയൺ ഡോമിൻ്റെ കാര്യശേഷിയെ അല്ലെങ്കിൽ അയൺ ഡോം 100% വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ് എന്നുള്ള ഇസ്രയേലിൻ്റെ അവകാശവാദത്തെ ഇറാന് പൊളിക്കാൻ എന്തായാലും കഴിഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ അയൺ ഡോം സംവിധാനത്തെ പൊളിച്ചുകൊണ്ടാണ് ആദ്യം കൂട്ടത്തോടെ കല്ല് വാരി എറിയുന്നത് പോലെ മിസൈലുകൾ വാരി എറിഞ്ഞുകൊണ്ട് ഈ ഓരോ കല്ലിനെയും എറിഞ്ഞെറിഞ്ഞ് തകർക്കുക എന്നതുപോലെ തന്നെയാണ് ഈ മിസൈലുകളെ തകർക്കുന്നത്. ഒരു മിസൈൽ ആകാശത്ത് വരുന്നു, അതിനെ കൃത്യമായി ഡിറ്റക്ട് ചെയ്യുന്നു, അത് ഏത് സ്ഥലത്താണ് വരുന്നതെന്ന് പറയുന്നു, അത് ഭൂമിയിലെത്തുന്നതിന് മുമ്പ് തന്നെ ആകാശത്ത് വെച്ച് തന്നെ അതിനെ തകർക്കുന്നു. ഇതാണ് ഈ അയൺ ഡോം സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സംവിധാനത്തെ തകരാറിലാക്കുക എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഒരുപാട് മിസൈലുകൾ അയക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഏതൊക്കെ മിസൈലുകളാണ് വരുന്നതെന്നാൽ മിസൈലുകളുടെ ദിശയുമൊക്കെ ആകാശത്ത് തിരിച്ചറിയുന്നത്, മിസൈലുകളുടെ അതിൻ്റെ ഡിറ്റക്ട് ചെയ്ത് തിരിച്ചറിയുന്നതിലുണ്ടാകുന്ന പല മിസൈലുകൾ പല ആംഗിളുകളിൽ നിന്നൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന യന്ത്രത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ മുതലെടുത്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ വിജയിപ്പിച്ചിരുന്നത്. ഇന്നിപ്പോൾ ആ സംവിധാനത്തെ തന്നെ കൺഫ്യൂസ്ഡ് ആക്കിക്കൊണ്ട് സ്വന്തം മിസൈലുകൾ തന്നെ ആ രാജ്യത്ത് തന്നെ വീഴുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ചില നഗരങ്ങളിലൊക്കെ മിസൈലുകൾ വീണത് എന്നതുകൂടി ഇറാൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇറാൻ ഇസ്രയേലിന് നൽകിയിരിക്കുന്നത് ഒരു കനത്ത തിരിച്ചടിയാണ്. ഇസ്രയേലിൻ്റെ പലപ്പോഴും ലോകത്ത് തന്നെ അഹങ്കാരത്തോടു കൂടി ഇസ്രയേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ വ്യോമ പ്രതിരോധ മേഖലയ്ക്കും അവരുടെ ഇൻ്റലിജൻസ് മേഖലയ്ക്കും എല്ലാമുള്ള ഈ ആയുധ നിർമ്മാണ രംഗത്ത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമെന്നും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധി കേന്ദ്രമെന്നും ഒക്കെ പറയുന്ന ആയുധങ്ങളുടെ ഏറ്റവും വലിയ നിർമ്മാതാക്കൾക്ക് കിട്ടുന്ന കനത്ത തിരിച്ചടിയാണ് എന്നതുകൂടി പറയേണ്ടി വരും. പക്ഷേ അക്കാര്യം ഇനിയും സ്ഥിരീകരിക്കാനുണ്ട്. ഒന്ന് മാത്രമാണ് സ്ഥിരീകരിച്ചത്. എന്തായാലും ഇസ്രയേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെയും മിസൈൽ വീണിട്ടുണ്ട്. അത് ഇനി ഇറാൻ അയച്ച മിസൈലായാലും ഇസ്രയേൽ ഇറാനു നേരെ കൊടുത്തുവിട്ട മിസൈലായാലും ആ രാജ്യത്ത് വീണിട്ടുണ്ട് എന്നുള്ളതും അവിടുത്തെ നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട് എന്നുള്ളതും അവിടുത്തെ ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളതുമെല്ലാം ഇസ്രയേൽ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും അവിടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ആക്രമണത്തെ നേരിടേണ്ടി വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ തന്നെ ഇപ്പോൾ വീണ്ടും അവിടെ അപായ സൈറണുകൾ ടെൽ അവീവിലടക്കം മുഴങ്ങി എന്നുള്ള വാർത്തകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. വീണ്ടും ഒരു ആക്രമണത്തിന് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത എന്തായാലും ഇസ്രയേൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരമൊരു നീക്കങ്ങൾ അവർ മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം അപായ സൈറണുകൾ മുഴങ്ങിയിരിക്കുന്നത്. ഇന്നലെ രാത്രി കടുത്ത ആക്രമണമാണ് ഇറാനു നേരെ, പ്രത്യേകിച്ച് ടെഹ്റാനു നേരെയൊക്കെ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇനിയും ഒരു കടുത്ത ആക്രമണത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനയാണ് ടെഹ്റാനിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം പറയുന്നത്. ഇന്നലെയും ഈ ടെഹ്റാനു നേരെ കനത്ത ആക്രമണം വരുന്നതിന് തൊട്ടു മുന്നോടിയായി ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. നേരത്തെ ഗസയ്ക്കു നേരെ ആക്രമണം നടത്തുന്ന സമയത്തും ഇതുതന്നെയായിരുന്നു, നിങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന്
നിർദ്ദേശം കൊടുക്കുന്നു. ജനങ്ങൾ എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്ന് പറയുന്നു. തൊട്ടു പിന്നാലെ വലിയ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ്. മറ്റൊരു രാജ്യത്തെ ജനങ്ങൾ നിങ്ങളെ ആക്രമിക്കും, നിങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തെ ജനങ്ങളും ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കാവുന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെയും അങ്ങനെ തന്നെയായിരുന്നു. ടെഹ്റാനിലേക്ക് ജനങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന് പറയും. ടെഹ്റാനോ ഇറാൻ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ ഒന്നും സ്വീകരിച്ചില്ല. തൊട്ടു പിന്നാലെ അവിടെ കനത്ത വ്യോമാക്രമണം ഉണ്ടാകുന്നു. 80-ലധികം പേരുടെ മരണം ഇന്നലെ രാത്രി തന്നെ ഉണ്ടായി എന്നുള്ളതാണ് അനൗദ്യോഗിക റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്. ഔദ്യോഗികമായി മരണസംഖ്യ ഇപ്പോഴും 250-ൽ താഴെയാണ്. പക്ഷേ അനൗദ്യോഗികമായി അത് 400-500-ലേക്ക് എത്തി എന്നാണ് ആ സ്ഥലത്തെ ഇറാനിൽ തന്നെയുള്ള മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത്തരം കണക്കുകളൊക്കെ എപ്പോഴും എല്ലാ രാജ്യങ്ങളും കുറച്ച് മാത്രമാണ്, അല്ലെങ്കിൽ പൂർണ്ണ സ്ഥിരീകരണത്തിന് ശേഷം മാത്രമാണ് അത് യുദ്ധത്തിൽ മരിച്ചതാണ് എന്ന മട്ടിലൊക്കെ വരിക. ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ തന്നെയാണ്. 24 മരണം മാത്രമാണ് പറയുന്നതെങ്കിൽ അവിടെയും 100-ലേറെ മരണങ്ങൾ ഉണ്ടായി എന്നതുകൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഇസ്രയേലിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ രണ്ട് ഇസ്രയേലിൽ നിന്നും ഇറാനിൽ നിന്നും ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ രാജ്യവും ആരംഭിച്ചിട്ടുണ്ട്. ശരി, ആർ കിരൺ ബാബുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇതിനിടെ 51ാമത് G7 ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിലുണ്ട്. ഒരു ദശാബ്ദത്തിനിടെ മോദിയുടെ ആദ്യത്തെ കാനഡ സന്ദർശനമാണിത്. ഇറാൻ ഇസ്രയേൽ സംഘർഷം പ്രധാന ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൈപ്രസിൽ 2 ദിവസം ഔദ്യോഗിക സന്ദർശനം നടത്തി ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിലേക്ക് തിരിച്ചത്. തുടർച്ചയായി 6ാം തവണയാണ് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുക്കുന്നത്. ഉച്ചകോടിയിൽ ഊർജ്ജ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവ ഉൾപ്പെടെയുള്ള നിർണായക ആഗോള വിഷയങ്ങളിൽ ചർച്ച നടക്കും. പ്രധാനമന്ത്രി മോദി G7 രാജ്യങ്ങളിലെ നേതാക്കളുമായും മറ്റ് ക്ഷണിക്കപ്പെട്ട രാജ്യങ്ങളിലെ പ്രമുഖരുമായും അന്താരാഷ്ട്ര സംഘടനകളുടെ തലവന്മാരുമായും സംവദിക്കും. ഇറാൻ ഇസ്രായേൽ സംഘർഷം പ്രധാന ചർച്ചയാകാനും സാധ്യതയുണ്ട്. പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളിൽ ഇന്ത്യയും സൈപ്രസും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ഇത് യുദ്ധത്തിന്റെ യുഗമല്ലെന്ന തന്റെ നിലപാട് ആവർത്തിച്ചതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി മോദി നിരവധി ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും നടത്തും. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനും മെഡിറ്ററേനിയൻ മേഖലയുമായും യൂറോപ്യൻ യൂണിയനുമായും ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്താനുമുള്ള ശ്രമമുണ്ടാകും. ഇന്തോ കാനഡ വ്യാപാര നിക്ഷേപ ചർച്ച വീണ്ടും ആരംഭിക്കുന്നതിനും ഇത് വഴിയൊരുക്കും. നേരത്തെ തന്നെ കനേഡിയൻ പെൻഷൻ ഫണ്ടുകൾക്ക് ഇന്ത്യയിൽ നിക്ഷേപമുണ്ട്. ഇത്തരത്തിലുള്ള കൂടുതൽ നിക്ഷേപങ്ങൾ രാജ്യത്തെത്തിയേക്കും. പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ, ഹരിതോർജ്ജ മേഖലകളിലായിരിക്കും നിക്ഷേപം എത്തുക. പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിൽ ക്രൊയേഷ്യൻ പ്രധാനമന്ത്രി ആൻഡ്രിജ് പ്ലെൻകോവിച്ചിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി മോദി നാളെ ക്രൊയേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മറ്റു വാർത്തകളിലേക്ക് വരാം, ഇടവേളയ്ക്ക് ശേഷം. നിലമ്പൂരിൽ ഇന്ന് കൊട്ടിക്കലാശം. ദിവസത്തെ പരസ്യ പ്രചാരണത്തിനൊടുവിൽ നിലമ്പൂരിൽ ഇന്ന് കലാശക്കൊട്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി VV പ്രകാശിന്റെ വീട്ടിൽ LDF സ്ഥാനാർത്ഥി സന്ദർശിച്ചത് അവസാന മണിക്കൂറുകളിൽ വലിയ ചർച്ചയാവുന്നുണ്ട്. സന്ദർശനം വ്യക്തിപരമായ കാര്യമാണെന്നും തർക്കവിഷയമാക്കേണ്ടതില്ലെന്നും LDF സ്ഥാനാർത്ഥി M സ്വരാജ് പ്രതികരിച്ചു. ആര്യടൻ ഷൗക്കത്ത് അവിടെ പോകാത്തതും ചർച്ചയാക്കേണ്ടതില്ലെന്ന് സ്വരാജ് പറഞ്ഞു. മറ്റൊരർത്ഥത്തിൽ കാണേണ്ടതില്ല. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിൽ പോലും അത്തരത്തിലുള്ള എന്തെങ്കിലും ആരോപണങ്ങൾക്കോ തർക്കങ്ങൾക്കോ ഉദ്ദേശിച്ചിട്ട് ചെയ്തതല്ല. ഞാൻ ഇന്നലെ തന്നെ വിശദീകരിച്ചിരുന്നു. നമുക്കിപ്പോൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുന്നവരും പല കാരണങ്ങളാൽ സുഹൃത്തുക്കളായി ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഒരേ നാട്ടുകാരാകുമ്പോൾ ഒരു സൗഹൃദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ കണക്കാക്കും. സത്യത്തിൽ ആശയപരമായി വിയോജിക്കുമ്പോഴും അങ്ങനെ ഒരു തലം നിലനിൽക്കുന്നത് നല്ലതാണ്. ഇതൊന്നും വ്യക്തിപരമല്ലല്ലോ. ഷൗക്കത്തോടെ പോയിട്ടില്ല എന്നതുകൂടി അത് അങ്ങനെ നമ്മളതങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ പോയതിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ച ഒരു ഘടകമല്ല. ഞാൻ പറഞ്ഞില്ല ഇന്നലെ, അത് അത്തരം കാര്യങ്ങൾ എനിക്കറിയില്ല, ഞാനത് അന്വേഷിക്കുന്നുമില്ല. അതേസമയം സ്വരാജ് VV പ്രകാശിന്റെ വീട് സന്ദർശിച്ചതിൽ ഒരു കൃത്യമായ മറുപടി UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് നൽകിയില്ല. UDF വോട്ടിൽ ഭിന്നത ഉണ്ടാവില്ലെന്നായിരുന്നു ഷൗക്കത്തിന്റെ പ്രതികരണം.
ദിവസം കഴിഞ്ഞ ദിവസം സ്വരാജ് അന്തരിച്ച വി പ്രകാശിന്റെ വീട്ടിൽ പോയി വോട്ട് ചോദിക്കുന്നത് കണ്ടു. അതൊക്കെ ഏതെങ്കിലും തരത്തിലൊരു ഭിന്നത ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ UDF ഒറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. UDFന്റെ ഒരു സിംഗിൾ വോട്ട് പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കില്ല എന്നത് ഉറപ്പാണ്. മാത്രമല്ല, ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി കേരളത്തിലെ ഈ ദുസ്ഥിതി അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു വലിയ വിഭാഗം LDF വോട്ട് UDFൽ ലഭിക്കും. അതേസമയം ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് News 18 പറഞ്ഞു. കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രകാശിന്റെ ഭാര്യ സ്മിത വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടി. സ്വരാജ് ഇന്നലെ വി പ്രകാശിന്റെ വീട് സന്ദർശിച്ചിരുന്നു. UDF സ്ഥാനാർത്ഥി ഇതുവരെ സന്ദർശിച്ചിട്ടില്ല. ചർച്ചയാവുന്ന രാഷ്ട്രീയമല്ലേ? കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ എല്ലാ വീടുകളിലും എന്തിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പോകേണ്ടത്? അതുമല്ലാതെ തന്നെ സ്മിത പറഞ്ഞിട്ടില്ലേ, പ്രകാശിന്റെ ഭാര്യ പറഞ്ഞിട്ടില്ല ഞങ്ങൾ കോൺഗ്രസ് ആണ്. പക്ഷേ എന്നാലും പോകേണ്ടതായിരുന്നില്ല അങ്ങനെ ഒരു നിർദ്ദേശം? ഇല്ല, അത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് ചർച്ചയാക്കാനല്ലേ സ്വരാജിന്റെ ഇന്നലത്തെ സന്ദർശനത്തേക്ക്? അതുകൊണ്ടെന്ന് അതൊക്കെ വേസ്റ്റ് ഓഫ് ടൈം ഓൺലി. അതൊന്നും തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല. ഒരിക്കലും അല്ല. സ്മിത കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അത് എൻ്റെ നാട്ടുകാരി കൂടിയാണ്. ഞാൻ പോയിരുന്നു. ഞാൻ എൻ്റെ നാട്ടിൽ എനിക്ക് അറിയുന്ന കുടുംബമാണ്. രാവിലെ മുതൽ റോഡ് ഷോയുമായി സ്ഥാനാർത്ഥികൾ കളം നിറയുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറും പ്രതിപക്ഷ നേതാവും ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. വിവരങ്ങളുമായി TG സജിത്തും ഒപ്പം CV അനുമോദും ചേരുന്നുണ്ട്. സജിത്ത്, അവസാന ദിവസത്തേക്ക് എത്തുമ്പോൾ മൊത്തത്തിലുള്ള ഈ 23 ദിവസത്തെ പ്രചരണ വിഷയങ്ങളെയൊക്കെ ഒന്ന് കുറുക്കിയെടുത്താൽ അവിടെ വർഗീയ ബാന്ധവങ്ങൾ ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള പശ്ചിമേഷ്യൻ സംഘർഷം ചർച്ചയാവുന്നുണ്ട്. ഈ അവസാന ദിവസം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അവിടെ പുരോഗമിക്കുന്നത്? രാവിലെ തന്നെ റോഡ് ഷോ ഒക്കെ ഉണ്ട്. മഴ അല്പം മാറി നിൽക്കുകയാണെന്ന് തോന്നുന്നു. തീർച്ചയായും ശ്രീജ, മഴ രാവിലെ മാറി നിൽക്കുന്നു. ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ്. ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷവും ഇതേ കാലാവസ്ഥയെങ്കിൽ കൂടുതൽ അനുകൂലമാണ് സാഹചര്യങ്ങൾ. കൊട്ടിക്കലാശം അതിന്റെ ആ പതിവ് ആർജവത്തോടെ കൂടി ഗംഭീരമായി തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അത്തരം തയ്യാറെടുപ്പുകൾ തന്നെ എല്ലാവരും നടത്തിയിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. ഇന്ന് ഈ കൊട്ടിക്കലാശ ദിവസവും അവസാന ദിവസവും ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യം, PV അൻവർ, ഒപ്പം തന്നെ VD സതീശൻ, ഒപ്പം ഇടതുമുന്നണി നേതൃത്വം മാധ്യമങ്ങളെ കണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷവും വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ചില രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾക്ക് ഒരുങ്ങുന്നു എന്നതാണ് സാഹചര്യം. 11 മണിയോടുകൂടി 3 കേന്ദ്രങ്ങളും മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിൽ നിലപാട് പറയുമെന്നതാണ് നമുക്ക് വ്യക്തമാവുന്ന കാര്യം. അങ്ങനെയെങ്കിൽ ഈ നീക്കം എന്താണ്? ഇന്നലെ രാത്രി പോലും നമ്മൾ കണ്ടതാണ്. BV പ്രകാശിന്റെ വീട്ടിലേക്ക് എത്തി ഇടതു സ്ഥാനാർത്ഥി നടത്തിയ നീക്കം. അതിനെ കോൺഗ്രസ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. ഇത്തരം നീക്കങ്ങളൊക്കെ കണ്ടതാണ്. ഒരു കാര്യം വ്യക്തമാണ്, പതിവ് മുഖമല്ല ഉപതെരഞ്ഞെടുപ്പിന്റെ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ കണ്ടത്. ഇവിടെ വിഷയങ്ങൾ മാറി മറിഞ്ഞു. അടിസ്ഥാന വിഷയങ്ങൾക്കൊക്കെ പ്രാമുഖ്യം കിട്ടുമെന്ന് കരുതിയപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് പതിവ് പോലെ തന്നെ മുഖം മാറി തെരഞ്ഞെടുപ്പ് പോകുന്നു എന്നതാണ് നിലമ്പൂരിൽ കണ്ടത്. അതുകൊണ്ട് ഇന്നും അത്തരം നീക്കങ്ങൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ്. ഇവിടെ പ്രവർത്തകരൊക്കെ വന്ന് സജീവമാവുകയാണ്. കാരണം UDFനെ സംബന്ധിച്ച് ഈ മണ്ഡലത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമാണ്. ആര്യാടം മുഹമ്മദിന്റെ മണ്ഡലം ഞങ്ങൾ നിലനിർത്തുമെന്ന പ്രഖ്യാപനത്തോടെ UDF ആരംഭിച്ച തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ പല വെല്ലുവിളികളും പല പ്രതിസന്ധികളും നേരിട്ടുകൊണ്ട് ഇന്ന് കൊട്ടിക്കലാശിക്കുമ്പോൾ ഇനി അവസാനത്തെ രാഷ്ട്രീയ പ്രഖ്യാപനവും രാഷ്ട്രീയ നീക്കവും എന്ത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസിന്റെ UDFന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്ന എല്ലാവരും ഒന്നുചേർന്ന് മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിൽ ഒരു പുതിയ അജണ്ട സെറ്റ് ചെയ്യാനാണ് അവരുടെ നീക്കമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള നീക്കത്തിൽ എന്താണ് പുതിയ രാഷ്ട്രീയം അവസാന നിമിഷവും എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. നിലമ്പൂരുകാർ കാത്തുവച്ചിരിക്കുന്ന ഒരു സസ്പെൻസ് ഉണ്ട്. സ്വാഭാവികമായും ആ സസ്പെൻസിലേക്ക് തന്നെ വോട്ടർമാര് സ്വാഭാവികമായും അത്തരം ചില കരുതലുകൾ നടത്തിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും നിലമ്പൂരിന്റെ രാഷ്ട്രീയ പോരിൽ കേരളത്തിന്റെ തുടർ ചർച്ചകൾക്ക്, കേരളത്തിന്റെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിന്റെ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് നീളുന്ന വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് നമുക്ക് ഈ നിലമ്പൂരിൽ നിന്നും പ്രതീക്ഷിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ PV അരുണും CV അനുമോദും കൂടിയുണ്ട്. അരുൺ, സാധാരണഗതിയിൽ നമുക്കറിയാം ഏതൊരു തെരഞ്ഞെടുപ്പിന്റെയും തലേ ദിവസം ഉണ്ടാകുന്ന ചർച്ചകൾ അല്ലെങ്കിൽ തലേ ദിവസം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കും. ഇപ്പോൾ സ്വരാജിന്റെ പ്രചരണ വാഹനത്തിലാണ് ഉള്ളത്. ശരി, എന്താണ് അവസാന ദിവസം സ്ഥാനാർത്ഥിക്കൊപ്പം ഉള്ളവർക്കും ഒക്കെ പറയാനുള്ളത്?
ശ്രീജ, എം സ്വരാജിന്റെ വാഹന പര്യടനം, ഈ കുട്ടിക്കലാശത്തിലേക്കുള്ള വാഹന പര്യടനം ആരംഭിക്കുകയാണ്. മരുതയിൽ നിന്ന്, നാരോക്കാവിൽ നിന്ന് ഈ വാഹന പര്യടനം ആരംഭിക്കുകയാണ്. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണനും ചിത്തരഞ്ജൻ MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വാഹനപര തുടക്കത്തിലുണ്ട്. ഈ വാഹനത്തിലാകട്ടെ ജെ മേഴ്സിക്കുട്ടിയമ്മയും VP സാനുവും ഉൾപ്പെടെ ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ്. കെ രാധാകൃഷ്ണൻ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ MP വാഹന പര്യടനം, വാഹന പ്രചരണ ജാഥ, അവസാന ദിവസത്തെ കുട്ടിക്കാലത്ത് മുമ്പുള്ള വാഹന പ്രചരണ ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ്. എം സ്വരാജിന്റേത് ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. അതായത് നിലമ്പൂർ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളും കടന്നു വേണം ഇത് വൈകിട്ട് നിലമ്പൂരിൽ സമാപിക്കാൻ. എല്ലാ പഞ്ചായത്തുകളിലെ ജനങ്ങളെ നേരിൽ കണ്ട് അവസാനവട്ട വോട്ടുറപ്പിക്കുകയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ്. അദ്ദേഹത്തിനൊപ്പം വാഹനത്തിൽ CPM മുതിർന്ന നേതാവ്, സംസ്ഥാന സമിതി അംഗം ജെ മേഴ്സിക്കുട്ടിയമ്മയുണ്ട്, VP സാനുവുണ്ട്. അങ്ങനെ യുവ നേതാക്കളുടെയും അതുപോലെ തന്നെ പരിചയസമ്പന്നരായ നിരവധി തെരഞ്ഞെടുപ്പുകൾ കണ്ട് പ്രവർത്തനരംഗത്ത് വന്ന നേതാക്കളുടെയും ഒക്കെ പിന്തുണയോടുകൂടിയാണ് എം സ്വരാജിന്റെ വാഹന പ്രചരണ ജാഥ ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. വഴിക്കടവ് പഞ്ചായത്തിൽ തുടങ്ങി നിലമ്പൂരിൽ സമാപിക്കുന്ന തരത്തിലാണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എം സ്വരാജിന്റെ പ്രതികരണത്തിലേക്കുമൊക്കെ നമുക്ക് പോകാം. അദ്ദേഹം വലിയ തിരക്കുള്ള ദിവസമാണെങ്കിലും വാഹന പര്യടനം ആരംഭിക്കുകയാണ്. എത്രത്തോളം ആത്മവിശ്വാസമാണ് ഈ ഘട്ടത്തിൽ? ഇന്നത്തോടുകൂടി പരസ്യ പ്രചരണം അവസാനിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ എത്തിയ ആദ്യ നിമിഷം മുതൽ ആത്മവിശ്വാസം ഓരോ ദിവസം കഴിയുന്നവരും വർദ്ധിച്ചു വരുന്ന അനുഭവമായിരുന്നു. ഇപ്പോ മണ്ഡലത്തിലെ ഇടതുമുന്നണി പ്രവർത്തകരാകെ ആകാശത്തോളം ഉയർന്ന ആത്മവിശ്വാസവുമായാണ് നിൽക്കുന്നത്. നിലമ്പൂർ ചരിത്രം സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ നിലമ്പൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ ഇപ്പോ ഏറ്റവും ഉയർന്ന ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കുമുള്ള ജനതയുടെ ഐക്യദാർഢ്യമായി ഈ തെരഞ്ഞെടുപ്പ് മാറും. 9 വർഷത്തെ ഭരണം വിലയിരുത്തി വോട്ട് ചെയ്യണമെന്നാണ് മുഖ്യമന്ത്രി, മന്ത്രിമാരും ഒക്കെ, പാർട്ടി സെക്രട്ടറിയും ഒക്കെ ആവശ്യപ്പെടുന്നത്. അത്രത്തോളം ആത്മവിശ്വാസമുണ്ടോ ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ അത് വോട്ടായി മാറുന്നത്? അസാധാരണമായ മാറ്റമാണ് കേരളത്തിലുണ്ടായത്. ആ മാറ്റങ്ങൾ അനുഭവിക്കുന്നവരാണ് മലയാളികൾ. ഇന്ന് പവർ കട്ടില്ല. ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും കോൺഗ്രസിന്റെ കാലത്തേതുപോലെ പവർ കട്ട് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കില്ല. ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കുന്നു. 5 ലക്ഷം പേർക്ക് വീട് കിട്ടി. ആശുപത്രികളും പള്ളിക്കൂടങ്ങളും ലോകോത്തര നിലവാരത്തിലായി. വീട്ടമ്മമാരുടെ പെൻഷൻ ഉടനെ പ്രാബല്യത്തിൽ വരണം എന്ന് ജനം ആഗ്രഹിക്കുന്നു. ഇതെല്ലാം ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നതിലേക്ക് നയിക്കും എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. നാടാകെ ആ മാറ്റം പ്രകടമാണ്. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ 20 മുതൽ കൊടുത്തു തുടങ്ങാൻ സർക്കാർ ഇന്നലെ ഒരു വാർത്താക്കുറിപ്പ് മന്ത്രിയുടെ ഓഫീസിൽ വന്നിട്ടുണ്ട്. അത് അസ്വാഭാവികമെന്നൊക്കെ UDF പറയുന്നുണ്ട്. എല്ലാ മാസവും ഇപ്പൊ കൊടുക്കുകയാണല്ലോ. മുൻപുണ്ടായിരുന്ന കുടിശ്ശികയും തീർത്തു കൊടുക്കുകയാണ്. അപ്പോ കൊടുക്കാതിരുന്നിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം കൊടുക്കുകയാണെങ്കിലാണ് ഈ പറയുന്ന വിമർശനത്തിന് പ്രസക്തിയുണ്ട്. തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്ഷേമ പെൻഷൻ ആളുകളുടെ കയ്യിൽ കിട്ടും. ആ ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന് ആക്ഷേപിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ചെയ്യുന്നത്. ഞങ്ങൾ ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരാണ്. ഒരു അസ്വാഭാവികതയുമില്ല. വർദ്ധിച്ചു തന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കും LDF. അത് കേരളത്തിന്റെ ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വർദ്ധിപ്പിച്ച് കൃത്യമായി കൊടുക്കണമെന്ന നിലപാടാണ് ഞങ്ങളുടേത്. വളരെ കൃത്യമാണ്. അദ്ദേഹം തിരക്കിലാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ മറ്റ് ആളുകളും തേടുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ VP സാനു, SFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ, CPM-ന്റെ സംസ്ഥാന സമിതി അംഗം നമ്മോടൊപ്പം ചേരുന്നു. സാനു തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്. എങ്ങനെ തോന്നുന്നു ഈ ഘട്ടത്തിൽ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനവും ആവേശമൊക്കെ കാണുമ്പോൾ? തുടക്കം മുതൽ നിലമ്പൂര് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് വന്നിറങ്ങുന്നത് മുതലാണ് ഈ ആവേശം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. സ്ഥാനാർത്ഥിയായി എപ്പോ എം സ്വരാജിനെ പ്രഖ്യാപിച്ചു ആ നിമിഷം മുതൽ ആ പ്രഖ്യാപനം എം സ്വരാജ് എന്ന് പറയുന്ന പേര് ഗോവിന്ദൻ മാഷ് പറഞ്ഞ് ഒരു അരനിമിഷം പോലും ഇടവേളയില്ലാതെ ഈ നിലമ്പൂരിലെ ജനത തെരുവിലിറങ്ങിയിട്ടുണ്ട്. അവരെല്ലാവരും ആവേശപൂർവ്വം അന്ന് തെരുവിലേക്ക് ഇറങ്ങിയതാണ്, പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയതാണ്. ആ സജീവത ഇപ്പോ ഈ അവസാന നിമിഷങ്ങളിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ആ ടെമ്പോ നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. നിലമ്പൂരിൽ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വരുന്നു. യുവാക്കളിലൊക്കെ വലിയ CPM-ന്റെ DYFIയുടെ യുവാക്കളുടെ വലിയൊരു ആവേശം കാണാറുണ്ട്. അത് ഈ പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള അവസരമായതുണ്ടാവും.
അത് പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള അവസരം അത് ഒരു യുവ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് സഖാവ് എം സ്വരാജ് യുവാക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അവർക്ക് വളരെ ഹരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി വീക്ഷിക്കുന്ന ആളുകളാണ് കേരളത്തിലെ യുവത. അത് ഇടതുപക്ഷക്കാർ മാത്രമല്ല, പുറമെ പൊതുവെയുള്ള മുഴുവൻ ജനങ്ങളും എം സ്വരാജിന്റെ പ്രസംഗങ്ങളിലൊക്കെ തന്നെ വളരെ ആകർഷഭരിതരാകുന്നവരാണ്, ആവേശഭരിതരാകുന്നവരാണ്. ആ ആവേശം വളരെ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി അത് അതിന്റെ അത്യുന്നതിയിലെത്തിയിട്ടുണ്ട്. ശരിക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരു തരംഗം തന്നെയാണ് ഇടതു സ്ഥാനാർത്ഥി ക്യാമ്പയിനൊക്കെ. ആ പിന്തുണ വോട്ടായിട്ട് കൂടി കിട്ടുമെന്ന് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു കനകോലുവോ മറ്റാരുമില്ലാതെ തന്നെ സോഷ്യൽ മീഡിയ സംസാരിക്കുകയായിരുന്നു വി അരുണുമായി. എന്തായാലും LDF സ്ഥാനാർത്ഥിയുടെ കലാശക്കൊട്ടിലേക്കുള്ള വാഹന പ്രചാരണ ജാഥ ആരംഭിച്ചിരിക്കുകയാണ്. വലിയ ജനപങ്കാളിത്തത്തോടെ പാർട്ടി പ്രവർത്തകരുടെ വലിയ ആവേശത്തിന്റെ നടുക്കിലാണ് രാവിലെ തന്നെ ഈ വാഹന പ്രചാരണ ജാഥ ആരംഭിച്ചിരിക്കുന്നത്. അതേസമയം ഇനി ശ്രദ്ധയോടെ ഉറ്റുനോക്കേണ്ട മറ്റൊരു ഭാഗം PV അൻവർ ഉള്ള ഭാഗമാണ്. അവിടെ സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായാണ് രാവിലെ PV അൻവർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി CV അനുമോദ്. അൻവറാണ്. എങ്ങനെ, എന്ത്, എപ്പോൾ ചെയ്യുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല എന്ന് നമുക്കും അറിയാം. ഇന്നത്തെ ദിവസം ബാക്കിയുള്ളവരൊക്കെ ആളെ കൂട്ടി പ്രചാരണം നടത്തുമ്പോൾ ആളുകളില്ലാതെ ഒറ്റയ്ക്ക് പോയി നേതാക്കളെ കാണുന്നതാണെന്ന് തോന്നുന്നു ഇന്നത്തെ അൻവർ ലൈൻ. രാവിലെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി ചർച്ച നടത്തിയിരിക്കുന്നു. എന്താണ് അൻവർ ക്യാമ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ഇന്നത്തെ മറ്റ് കലാശക്കൊട്ടിലേക്കുള്ള ബാക്കിയുള്ളവരുടെ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ? ശ്രീജ, അൻവറിൻ്റെ നിലമ്പൂരിലെ പാർട്ടി ഓഫീസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്കിവിടെ കാണാം, മറ്റു പാർട്ടി ആസ്ഥാനങ്ങളിൽ കാണുന്നത് പോലെ വലിയ ആവേശ കാഴ്ചകളൊന്നും നമുക്ക് രാവിലെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ അൻവറിൻ്റെ ക്യാമ്പിനെ സംബന്ധിച്ച് നമുക്ക് ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അൻവറിൻ്റെ പ്രവർത്തനം പലപ്പോഴും നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയാത്ത രീതിയിലൊക്കെ തന്നെയാണ്. ഇന്ന് രാവിലെ മുതൽ നമ്മൾ അൻവർ എവിടെയാണെന്ന് അന്വേഷിക്കുമ്പോൾ ഇപ്പോഴാണ് അൻവർ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വീട്ടിൽ സന്ദർശിച്ച വിവരവും അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ലഭിക്കുന്നത്. ഇനി 10:30 അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ചില വെളിപ്പെടുത്തലുകളും ചില കാര്യങ്ങളും ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നായിരുന്നു അദ്ദേഹത്തിനൊപ്പമുള്ളവർ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത്. ഇതിൽ അല്പം സസ്പെൻസ് ഇരിക്കട്ടെ എന്നും അൻവർ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ അൻവറിൻ്റെ പ്രചരണം കണ്ടതാണ്. ഇന്ന് അൻവറെ ഇന്നലെ നിലമ്പൂർ നഗരസഭാ പരിധിയിലും അതുപോലെ നിലമ്പൂർ പോത്തുകൽ പഞ്ചായത്തിലുമൊക്കെ വാഹന പ്രചരണം നടത്തിയിരുന്നു. ഇന്ന് കൊട്ടിക്കലാശം വേണ്ട, അതിന് പകരം പരമാവധി ആളുകളെ ആ സമയം കൂടി വീടുകളിൽ കയറി കണ്ട് വോട്ടഭ്യർത്ഥിക്കണമെന്നാണ് അൻവർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ കുറിച്ചിട്ടത്. പക്ഷേ അൻവറിൻ്റെ അണികൾ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഈ ആളെ കൂട്ടുന്ന തരത്തിലുള്ള അത്രയും മാസ്സായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നതിന് അൻവറിന് പ്രത്യേക കഴിവുണ്ട്. അദ്ദേഹം അത്തരത്തിലൊരു മാസ് ക്യാമ്പയിനറാണ്. കഴിഞ്ഞ 2 ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് യൂസഫ് പത്താനെ ക്ഷണിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ഒക്കെ വലിയ തോതിൽ തന്നെ ഇവിടെ ഒരു ചലനമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അൻവർ എന്ത് പറയുമെന്നുള്ള കാര്യത്തിൽ തന്നെ പ്രധാനപ്പെട്ട ശ്രദ്ധ. അദ്ദേഹം 10:30 മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന എന്താകും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാവുക, മറ്റെന്തെങ്കിലും സസ്പെൻസുകളുണ്ടോ എന്നുള്ള കാര്യം തന്നെയാണ് അറിയേണ്ടത്. നമുക്കറിയാം, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാകുന്ന ഘടകം അൻവർ തന്നെയാണ്. അൻവർ നേടുന്ന വോട്ടുകൾ അതായിരിക്കും ജയപരാജയം ഇരുമുന്നണികളും നിശ്ചയിക്കുക. അൻവർ വിജയിക്കുമെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും 25,000 വോട്ട് നേടുന്ന അൻവർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാകുക ആരെ ജയിപ്പിക്കണം, ആരെ തോൽപ്പിക്കണമെന്നത് അൻവർ തന്നെയാണെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാകും. അൻവറിന് കൃത്യമായ സ്ലീപ്പർ സെല്ലുകൾ മണ്ഡലത്തിലുണ്ട്. അത് UDF-ലും LDF-ലും അൻവറിൻ്റെ വോട്ട് ബാങ്കുകളുണ്ട്. ആ ഘട്ടത്തിൽ അൻവർ ഇതുവരെ നടത്തിയ നീക്കങ്ങളെല്ലാം തന്നെ ആ കേന്ദ്രങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഒരു LDF-ഓ UDF-ഓ പോലെയല്ല, കൃത്യമായി തനിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ തനിക്ക് വോട്ടുള്ള മേഖലകൾ മാത്രം കേന്ദ്രീകരിച്ച് അൻവർ പ്രചരണം ശക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് UDF-ൻ്റെ ഉറച്ച മണ്ഡലങ്ങളാണ്, ഉറച്ച പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് വഴിക്കടവും അതുപോലെ തന്നെ പോത്തുകല്ലും കരുളായിലും മലമ്പലത്തുമൊക്കെയാണ് അൻവറിൻ്റെ കൂടുതലായിട്ടുള്ള പ്രചരണങ്ങൾ ഇത്രയും ദിവസം നടന്നത്. അത് വളരെ സൈലൻ്റ് ആയിരുന്നു. അത് ലൗഡായിട്ടുള്ള പ്രചരണമായത് യൂസഫ് പത്താൻ്റെ ആ റോഡ് ഷോയ്ക്ക് ശേഷം മാത്രമാണ്. എന്താണെങ്കിലും ഇന്നലെ അൻവറിൻ്റെ പ്രധാന മേഖല ഇടക്കര കേന്ദ്രീകരിച്ചാണ് അൻവറിൻ്റെ പ്രചരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 10:30 അൻവർ ഇവിടെ എത്തി മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അൻവർ എന്ത് പറഞ്ഞാലും ഇന്നത്തെ ദിവസം അത് വലിയ വാർത്തകളിലേക്ക് വഴി തുറക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ വിധി നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും നിർണായകം അൻവർ ആയതുകൊണ്ട് തന്നെ അൻവർ എന്ത് പറയുന്നു എന്നറിയാൻ തന്നെയാണ് ഈ ദിവസം നമ്മൾ കാത്തിരിക്കുന്നത്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. എല്ലാ ക്യാമ്പുകളും സജീവമാണ്. ഒരു ചതുഷ്കോണ പോരാട്ടമാണ്. 23 ദിവസത്തെ
പ്രചാരണത്തിനൊടുവിൽ നിലമ്പൂരിൽ നടക്കാനിരിക്കുന്നത്. എല്ലാവരും ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമാവുക അൻവർ പിടിക്കുന്ന വോട്ടുകൾ തന്നെയായിരിക്കും. അത് ആരുടെയായിരിക്കും, ആർക്കായിരിക്കും അത് ഉപകാരപ്പെടുക എന്നതൊക്കെയാണ് കണ്ടറിയേണ്ടത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ആ സാഹചര്യത്തിലും UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് ജയത്തെക്കുറിച്ചല്ല ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രമാണ് ചർച്ചയെന്നും ജമാഅത്തെ ഇസ്ലാമി വിവാദമെല്ലാം LDF ഉണ്ടാക്കിയതാണെന്നും ആര്യടൻ ഷൗക്കത്ത് രാവിലെ ന്യൂസ് 18നോട് പറഞ്ഞു. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്താണ് നമ്മോടൊപ്പം ചേരുന്നത്. മണിക്കൂറുകൾ മാത്രമാണ് ഇനി പ്രചരണത്തിന് ബാക്കിയുള്ളത്. എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ്? നല്ല ആത്മവിശ്വാസം ഓരോ പ്രാവശ്യം ജയം എന്നതല്ല, നമ്മുടെ ഭൂരിപക്ഷം നല്ല രൂപത്തിലൊരു ഭൂരിപക്ഷം ഉണ്ടാവും. അതിൻ്റെ ഒരു വലിയ പോസിറ്റീവ് വൈബ് എല്ലാ വിഭാഗം ജനങ്ങളെടുത്തും ലഭിക്കുന്നുണ്ട്. സോഷ്യൽ ഗ്രൂപ്പിലാവട്ടെ, അതല്ലെങ്കിൽ പിന്നെ മറ്റു വ്യാപാരികളാവട്ടെ, മറ്റു സംഘടനകളാവട്ടെ, അവരുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്താണ് ഇത്തവണ മുഖ്യ വിഷയമായിട്ട് ജനങ്ങൾ ഈ തെരഞ്ഞെടുക്കുക ഉൾക്കൊള്ളുക എന്നാണ്? ജനങ്ങൾ ഇന്ന് ഒന്ന് നിലമ്പൂർ മലയോര കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, നിലമ്പൂരിൻ്റെ വികസന മുരടിപ്പ്, മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ ഈ ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ അനുഭവിക്കുന്ന ദുസ്ഥിതി, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് വിഷയങ്ങൾ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണത്. ആദ്യത്തെ സ്ഥാനാർത്ഥി വിഷയം മുതൽ അതിനുശേഷം ജമാഅത്തെ ഇസ്ലാമി വിഷയം, ഇസ്രായേൽ യുദ്ധം വരെ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ജനങ്ങളെ ഒരു തരത്തിൽ സ്വാധീനിക്കില്ല. എല്ലാം സ്വാധീനിക്കും, എല്ലാ കാര്യങ്ങളും സ്വാധീനിക്കും. പക്ഷേ ഇത്തരം ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് വഴിമാറാൻ വേണ്ടി ചില ബോധപൂർവമായ വിവാദങ്ങൾ ഉണ്ടാക്കാൻ LDF ശ്രമിച്ചു. അതിനൊന്നും ജനം ചെവി കൊടുത്തിട്ടില്ല. ഏറ്റവും അധികം സ്ഥാനാർത്ഥി പര്യടനം നടത്താൻ കൂടി കഴിഞ്ഞല്ലോ. എങ്ങനെയാണ്, ഏതൊക്കെ മേഖലയിൽ നിന്നാണ് കൂടുതൽ വോട്ടുകൾ? ഞാൻ നിലമ്പൂരിൻ്റെ എല്ലാ നൂക്ക് ആൻഡ് കോർണർ ആളുകളെ സ്ഥാനാർത്ഥി പര്യടന കാലത്തും പരമാവധി നേരിട്ട് കാണാൻ വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്ഥാനാർത്ഥി പര്യടനം കുറച്ചും കൂടി വിപുലമായിരുന്നു. ഓരോ പഞ്ചായത്തിൻ്റെ മുക്കിലും മൂലയിലും പോയിട്ടാണ് ഞാൻ സ്ഥാനാർത്ഥി പര്യടനം നടത്തിയിട്ടുള്ളത്. അവരൊക്കെ ഈ കോരിച്ചൊരിയുന്ന മഴയത്തും നൂറുകണക്കിന് ആളുകൾ മഴ കൊണ്ട് കാത്തു നിൽക്കുക, വളരെ വൈകി എത്തുന്നു. അപ്പോൾ അതൊക്കെ ഒരു കാലത്തും കാണാത്ത രൂപത്തിലുള്ള ഒരു വലിയ പോസിറ്റീവ് വൈബ്. മാത്രമല്ല ഈ മഴക്കാലത്തൊന്നും നമ്മൾ ഇത്തരം ആളുകൾ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് തന്നെ മഴക്കാലത്തൊക്കെ ചിലപ്പോൾ ഇറങ്ങാൻ മടിയല്ലേ. പക്ഷെ അതൊന്നുമല്ല, നിലമ്പൂരിലെ ഈ മഴക്കാലം തെരഞ്ഞെടുപ്പിനെ ഒരിക്കലും ബാധിച്ചിട്ടില്ല എന്നതും കൂടിയാണ് കാണിക്കുന്നത്. UDFിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെയാണ് പ്രവർത്തിക്കുന്നത് കണ്ടിരുന്നത്. ആദ്യത്തെ ദിവസങ്ങൾ മുതൽ തന്നെ പ്രതിപക്ഷ നേതാവാവട്ടെ, അതേപോലെ തന്നെ KPC പ്രസിഡന്റ് ആവട്ടെ, ലീഗ് നേതൃത്വം ഒക്കെ നിൽക്കും. ഇതൊക്കെ നിലമ്പൂരിലെ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല, അടുത്ത തെരഞ്ഞെടുപ്പ് കൂടി കണ്ടിട്ടാണല്ലോ. എങ്ങനെയാണ് പ്രതീക്ഷ? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് വിധി 2026 പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ ഇനി ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്ന് ജനം തീരുമാനിച്ചു, വരരുത് എന്ന് ജനം തീരുമാനിച്ചുറപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അതിൻ്റെ കൃത്യമായ ഒരു മുന്നറിയിപ്പ്, ഒരു കേളികൊട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ എല്ലാവരും കാണുന്നത്. ഈ ജമാഅത്തെ വിവാദമൊക്കെ ഏതെങ്കിലും തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, വിവാദങ്ങളൊക്കെ ആരുണ്ടാക്കുന്നതാണ്? വിവാദമാകുന്നത് അവർ തന്നെ വിവാദമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഈ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ കഴിഞ്ഞ കാലത്തൊക്കെ സഹായിച്ചു, അത് ഇടതുപക്ഷവും സമ്മതിച്ചു, ജമാഅത്തെ ഇസ്ലാമി സമ്മതിച്ചു. ഇടതുപക്ഷത്തെ സഹായിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി പുരോഗമന പ്രസ്ഥാനവും, അതേസമയം UDFനെ സഹായിക്കുമ്പോൾ അത് പിന്തിരിപ്പനും ഭീകരവാദ സംഘടനയൊക്കെ ആയി മാറുന്ന, ഇതൊക്കെ ജനങ്ങൾക്കറിയാവുന്നതല്ലേ. UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും ഒരു വോട്ട് പോലും ഭിന്നിപ്പിക്കില്ല എന്ന് പറയുമ്പോഴും സ്വരാജിന്റെ സന്ദർശനത്തെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. പക്ഷേ അത് കോൺഗ്രസിൽ ഭിന്നത ഉണ്ടാക്കില്ല എന്ന് തന്നെ അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. പ്രജിത് പവാറിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. നിലമ്പൂരിൽ BJP വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ് ന്യൂസ് 18നോട്. വിശ്വാസികളുടെ വോട്ട് ഇടതുമുന്നണിക്ക് കിട്ടില്ല. പഹൽഗാം ആക്രമണത്തെ തള്ളിപ്പറയാത്ത ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസ് കൂടെ കൂട്ടിയെന്നും PK കൃഷ്ണദാസ് വിമർശിച്ചു. ഈ തെരഞ്ഞെടുപ്പ് അനാവശ്യമാണ്, അടിച്ചേൽപ്പിച്ചാണെന്നുള്ള ആ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യ മര്യാദ ഞങ്ങൾക്കുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ജനാധിപത്യ മര്യാദ ഇല്ലായ്മയാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് അടിസ്ഥാനപര കാരണം. ഞങ്ങൾ ജനാധിപത്യം മാനിക്കുന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണ്ണയം ഒന്നും വൈകിയിട്ടില്ല. ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. ശക്തമായ പ്രചരണം, നിങ്ങൾ ആരോട് ചോദിച്ചാലും
ഗ്രാമത്തിലും നഗരത്തിലും ഉൾപ്രദേശത്തുമൊക്കെ കാട്ടിലും NDAയുടെ പ്രചരണമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ്. 1 വർഷത്തിനിടയിൽ ഈ വലിയ ഇത് ഈ മൂന്നാം തവണയാണ് ജനങ്ങൾ തെരഞ്ഞെടുപ്പ് നേടുന്നത്. ഇത് മറ്റാർക്കുണ്ടാവും ഈ ഗതികേട്? ജനങ്ങൾ ഇതെല്ലാം കാണുന്നില്ലേ? അണികൾക്കിടയിലും വലിയ ആശയക്കുഴപ്പവും ആശങ്കയുണ്ട്. കാരണം സ്വതന്ത്ര സ്ഥാനാർത്ഥി LDFന്റെ വോട്ടാണോ പിടിക്കുന്നത്, UDFന്റെ വോട്ടാണോ പിടിക്കുന്നത് എന്ന കാര്യത്തിലും അവർക്ക് വലിയ ആശങ്കയുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇരു മുന്നണികളിലും വോട്ട് ചോർച്ച ഉണ്ടാകും. വേണമെങ്കിൽ അവർ ഇപ്പൊ തന്നെ വോട്ട് ചോർച്ച അന്വേഷിക്കുന്ന കമ്മീഷനെ ഇപ്പൊ തന്നെ നിശ്ചയിക്കുന്നത് നല്ലതാണ്. ഞങ്ങളെ സംബന്ധിച്ചിട്ട് പുതിയ മേഖലയിൽ നിന്ന് നല്ല രീതിയിൽ വോട്ട് ഞങ്ങൾക്ക് ഉണ്ടാകും. ഇതുവരെ ലഭിക്കാത്ത, ഉദാഹരണത്തിന് മലയോര മേഖല ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചോ, ഈ 60 വർഷക്കാലത്തിനിടയിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും ഇവിടുത്തെ ഏത് വികസന പ്രാവർത്തിയാക്കാൻ സാധിച്ചത്? പഹൽഗാം കൂട്ടക്കൊല അപലപിക്കാത്ത 2 സംഘടന ജമാഅത്ത് ഇസ്ലാമിയും PDP. മാത്രമല്ല, അതിനെതിരെ നാം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ അനുകൂലിക്കാത്ത സംഘടനയും ജമാഅത്ത് ഇസ്ലാമിയും PDPയുമാണ്. അതുകൊണ്ട് ഈ 2 സംഘടനകളാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് ചേർത്ത് പിടിക്കുന്നത്. ഈ 2 സംഘടന വിധേയത്വം പാകിസ്ഥാനോടാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല, ആർക്കും സംശയമില്ല. അപ്പൊ അവരെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഈ കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദേശവിരുദ്ധ നിലപാടിന് നിലമ്പൂർ ജനങ്ങൾ കനത്ത തിരിച്ചടി നൽകും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷ. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. കേരള സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധം. ഗവർണർക്കെതിരെ SFI പ്രവർത്തകർ ബാനർ കെട്ടുന്നത് തടയാൻ ശ്രമിച്ച പോലീസും പ്രവർത്തകരും തമ്മിൽ രാവിലെ തന്നെ ഉന്തും തള്ളുമുണ്ടായി. പ്രധാന കവാടത്തിൽ ഗാന്ധിയുടെയും അംബേദ്കറിന്റെയും ബാനർ സ്ഥാപിച്ചിട്ടുണ്ട്. നിലവിൽ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്, ഈ പറഞ്ഞ പോലെ RSS നേതാക്കളെ മാത്രം അറിയാവുന്ന ഗവർണർ, ഈ പറഞ്ഞ പോലെ രാജ്ഭവനിൽ RSSന്റെ നേതാക്കളുടെ ഫോട്ടോ മാത്രം വച്ച് പൂജ ചെയ്യുന്ന ഗവർണർ, മഹാത്മാഗാന്ധിയെയും അംബേദ്കറിനെയും കണ്ടുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ കയറണം എന്നുള്ളതാണ് നമ്മൾ നിലവിൽ ആലോചിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ രൂപത്തിലേക്ക് ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. നിലവിൽ സർവകലാശാലകൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ കേന്ദ്രമാണ്. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള കേന്ദ്രമാണ് യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയെ ഈ കാലയളവിലെന്നല്ല, ഒരു കാലയളവിലും RSSന്റെ കേന്ദ്രമാക്കാനും കായ്വൽക്കരിക്കാനും SFI, അതിന് ആര് തന്നെ ഗവർണറായി വന്നാലും ഒരു തരത്തിലും SFI അത് അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് SFIയുടെ എല്ലാ കാലഘട്ടത്തിനകത്തെയും നിലപാട്. ആ നിലപാടുമായി തന്നെ SFI മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. സർവകലാശാല സിൻഡിക്കേറ്റ് വിദ്യാർത്ഥി പ്രതിനിധി തെരഞ്ഞെടുപ്പ് തുടരുകയാണ്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, പ്രതിഷേധമുണ്ടാവുമെന്ന് ഉറപ്പായിരുന്നു. ഇത് തുടക്കത്തിൽ തന്നെ കയ്യാങ്കളിയിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണോ? എങ്ങനെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്? 10 മണിയോടെ തെരഞ്ഞെടുപ്പ് നടപടികൾ സിൻഡിക്കേറ്റിലേക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ 10 മണിയോടെ പൂർത്തിയാകും. അതിന് പിന്നാലെ ഏതാണ്ട് 10:10 സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഗവർണർ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഗവർണർ എത്തുമ്പോൾ അദ്ദേഹത്തെ വീണ്ടും ഗാന്ധിയുടെയും അംബേദ്കറുടെയും ചിത്രങ്ങൾ കാണിക്കുന്നതിന് വേണ്ടി SFI പ്രവർത്തകർ സംഘടിതരായി ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അവർക്ക് ചുറ്റും പോലീസ് വലിയ വലയം തീർത്തിട്ടുണ്ട്. അതിന് നടുവിലൂടെയായിരിക്കും ഗവർണർ കടന്നു വരിക. അങ്ങനെയാണെങ്കിൽ ഗവർണറെ വീണ്ടും ഈ ബാനർ ഉയർത്തി കാണിക്കാൻ വി നീഡ് ചാൻസലർ നോട്ട് ദ എന്നെഴുതിയ ബാനർ ഉയർത്തി കാണിക്കാനുള്ള നീക്കം SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വീണ്ടും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് സർവകലാശാല ആസ്ഥാനം ഉള്ളത്. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ 10 മണിയോടെ തന്നെ പൂർത്തിയാകും. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സർവകലാശാല ആസ്ഥാനത്ത് രാവിലെ തന്നെ ഒരു സംഘർഷത്തിന്റെ അന്തരീക്ഷമാണ്. അതിനിടയിലാണ് വിദ്യാർത്ഥി പ്രതിനിധി തെരഞ്ഞെടുപ്പ് തുടരുന്നത്. ഇന്നത്തെ ദിവസം വാർത്തകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വരാനുള്ളത്, ഏറ്റവും സംഭവബഹുലമായ വാർത്തകൾ വരാനുള്ളത് നിലമ്പൂരിൽ നിന്നാണ്. ഇന്ന് അവസാന ദിവസമാണ്. ഏറ്റവും പുതിയ വാർത്തകളൊപ്പം പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ വിശകലനങ്ങളൊക്കെയായി ന്യൂസ് 10 അപർണ കുറിപ്പ് ചേരും. രാവിലെയിൽ വീണ്ടും നമുക്ക് നാളെ കാണാം.